for the that's why we are going for the theodolite. And by using the theodolite instrument, we can determine the horizontal angle and vertical angle, because we know the horizontal circle will be there, vertical circle will be there, and by using these circles we can read out the angles. സോ ഇപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലെ ഏത് പോയിന്റ് ആണോ ടാർഗറ്റ് ചെയ്യുന്നത് അതിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും. സോ ബൈ യൂസിങ് ദ വെർട്ടിക്കൽ സർക്കിൾ attached along with the telescope, we can determine the vertical angles. So ഇപ്പൊ നമുക്കൊരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എടുക്കണം. സോ ആ ഹൈറ്റ് എടുക്കണമെങ്കിൽ ഇപ്പൊ ആംഗിൾ ആ ബിൽഡിങ്ങിന്റെ ടോപ്പും ബോട്ടവും തമ്മിലുള്ള ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, സോ അപ്പോൾ അതിനൊക്കെ ആ വെർട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആംഗിൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്. So just like the leveling instrument and all, before taking the readings, our reading in case of theodolite is horizontal angle and vertical angle. So just before starting, just before taking the readings, okay, അതായത് ഫീൽഡിൽ കൊണ്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു, അവിടെ റീഡിങ്സ് അല്ല ഒബ്സർവേഷൻസ് എടുക്കാൻ പോവാണ്. സോ അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. So only when some adjustments are done to the theodolite instrument, then only we will get the accurate observations. So angular deviation ഒന്നും ഉണ്ടാവാൻ പാടില്ല. So if any error that may take place at the initial stage itself, then it may be continued or it may be magnified when it comes to the end of the survey. So we have to reduce the errors that may take place during the survey, and for that purpose we need to adjust, or we need to do some adjustments in our instrument. So two kinds of adjustments are there: temporary adjustments and permanent adjustments. Okay, so which are the temporary adjustments? Can you say? Let me ask. I will call out some name. Ardra K. Are you there? Why all of you are leaving? Yes, Miss. Okay, Ardra, can you say which are the temporary adjustments that can be done to an instrument? So you have studied these temporary adjustments in case of leveling instrument and all, right? So can you give which are the steps involved in temporary adjustments? Leveling of the instrument. Okay, leveling of the instrument. Anything else? Positioning. Okay, എന്തായിരിക്കും ആ പൊസിഷനിങ്ങിന് പറയാ? എന്ത് ടേമാണ് യൂസ് ചെയ്യുക? Okay, leave it. Okay, leave it, Ardra. Next, Vaishnavi. Yes, Miss. Vaishnavi, can you say ഏതൊക്കെയാണ് ലെവലിംഗ്, ഏതൊക്കെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സിന്റെ സ്റ്റെപ്സ് എന്ന് പറയാൻ പറ്റുമോ? ഐ പീസ് അഡ്ജസ്റ്റ് ചെയ്യും. ഐ പീസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോക്കസ് ചെയ്യും. ഫോക്കസ് ചെയ്യാം. ഒബ്ജക്ട് ലെൻസിന്റെ ഫോക്കസിങ്. പിന്നെ ലെവലിംഗ് ചെയ്യും. ലെവലിംഗ് ചെയ്യാം. പിന്നെ സെന്ററിങ്. സെന്ററിങ്. Okay, Vaishnavi. Okay, so today we will see the temporary adjustments. So temporary adjustments എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ പോയിന്റ് അല്ലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ അല്ല ഒരു ഏരിയ നമുക്ക് സർവേ ചെയ്യണം. സോ വി ആർ ഗോയിങ് ടു സർവേ ആൻ ഏരിയ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫിക്സ് അവർ സ്റ്റേഷൻ. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് എയിം. സോ ഫിക്സ് എ സ്റ്റേഷൻ പോയിന്റ് so that maximum points can be taken from that station point. Okay, so that station point is fixed and we will use an arrow or peg to mark the station point on the ground. Okay, so ഗ്രൗണ്ടിൽ ആ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഇൻസ്ട്രുമെന്റ് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെറ്റ് അപ്പ് അവർ ഇൻസ്ട്രുമെന്റ് ഓവർ ദാറ്റ് സ്റ്റേഷൻ പോയിന്റ് സെലക്ടഡ്. നമ്മൾ ഏത് സ്റ്റേഷൻ പോയിന്റ് ആണോ ഗ്രൗണ്ടിൽ സെലക്ട് ചെയ്തത് അതിന് മേലെ എക്സാക്റ്റ് ആയിട്ട് ഈ ഇൻസ്ട്രുമെന്റിനെ കൊണ്ട് അവിടെ ഫിറ്റ് ചെയ്യണം, അല്ലെ, സെറ്റ് ചെയ്ത് വെക്കണം. സോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തതിന് ശേഷം മാത്രമേ ആംഗുലാർ റീഡിങ്സ് ഒക്കെ എടുക്കാൻ പാടുള്ളൂ.
Okay, so temporary adjustments are the main steps. The main steps involved in the temporary adjustments are, first of all, setting up of the instrument, then centering of the instrument, then leveling of the instrument, then focusing of the eyepiece and focusing of the object lens. So these are step-by-step procedures for temporary adjustment. So whenever you are setting up an instrument over a station point, you have to do this temporary adjustment. As name indicates, it is temporary. അതായത് ഒരു സ്റ്റേഷൻ പോയിന്റിൽ നമ്മൾ ചെയ്യുന്നത് ആ സ്റ്റേഷൻ പോയിന്റിന് വേണ്ടി മാത്രമുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെ സെറ്റിംഗ് ആണ്. So once we are shifting our instrument to a next station, these adjustments will go away. So we have to set up, or we have to adjust these things once again. So we have to do the entire procedure once again. Okay, so ഓരോ സ്റ്റേഷൻ പോയിന്റിലും ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ്. അത് കഴിഞ്ഞിട്ട് റീഡിങ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ഇൻസ്ട്രുമെന്റ് ഫസ്റ്റ്. I don't know it is clear or not. Can you see the screen? Can you see this? Yes. Is it clear or not? Is it clear? Yes, miss. Clear. Clear ആണ്. Okay, otherwise I will show this one. Okay, is it clear now? This is our tripod. Okay, I don't know whether it is clear or not. This is our tripod. So you can see 3 legs are there for the tripod. Okay, so 3 legs are there and the tripod head is here. A flat horizontal surface is there. So this is the tripod head, and one spherical level, or spherical level is there, but it is not working for this case. Okay, so this is the entire telescope set up over the ground. Okay, so here you can see the 3 legs of this tripod may be spread apart. At least it should be spread with an angle of 60 degree with the horizontal. Otherwise it will not be stable. Okay, so the legs, അതായത് ഈ ട്രിപ്പോഡിന് 3 ലെഗ് ഉണ്ട്. അത് ഗ്രൗണ്ടിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ നേരം അറ്റ്ലീസ്റ്റ് ഒരു 60 ഡിഗ്രിയിലും ഗ്രൗണ്ട് ഹൊറിസോണ്ടൽ ഗ്രൗണ്ടുമായിട്ട് അത് ഒരു ആംഗിൾ 60 ഡിഗ്രിയിലും ഉണ്ടായിരിക്കണം. അതർവൈസ് ദർ മേ ബി ചാൻസസ് ടു ഡ്രിഫ്റ്റ് ഓഫ്. ഓക്കെ, സോ നമുക്ക് വെക്കാനുള്ള ഇൻസ്ട്രുമെന്റ് സംവാട്ട് ഹെവി ആണ്. സോ ഇറ്റ് മേ ബി ഡിഫിക്കൾട്ട് ഫോർ അസ് ടു ഹാൻഡിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സെറ്റ് അപ്പ് അവർ ട്രിപ്പോഡ് ഓവർ ഹിയർ, ആൻഡ് ഹിയർ we'll show it again. So here you can see some screws are there, or clamps are there for adjusting the height of these tripods. Is it visible? Yes, ma'am. These clamps are there. Okay, so these are the clamps, and initially while setting up the instrument we have to go for approximate leveling. So approximate leveling is done by using the tripod legs. Okay, so approximate leveling of our instrument is done initially by using this tripod leg. അതെങ്ങനെയായിരിക്കും approximate leveling ചെയ്യാം? Any idea? നമ്മളിങ്ങനെ ട്രിപ്പോഡ് ഇവിടെ സെറ്റ് ചെയ്തു. So we have these clamping screws for the tripod legs. So by adjusting the heights approximately by eye vision, or by just eye judgment, we can set up our tripod over the ground like this. So approximately this top surface of this tripod is made horizontal. Okay, so then after placing our tripod over the ground, we will go for taking our instrument and we will move it over the. Miss, video off. കേട്ടില്ല. വീഡിയോ ഓഫായി. ഒന്നും കാണാനില്ല. ഇപ്പൊ കാണുന്നുണ്ട്. Is it okay now? Yes, ma'am. Okay, some
difficulty is there. So we will mount our instrument over the tripod like this. Okay. So we have, while mounting this instrument, be careful because there is a chance that our tripod may drift off or they may spread apart. We have to hold our instrument like this, and there is one clamping screw at the bottom. Okay, so normally in the old pieces of theodolite, we have a wing like nut for screwing this to the instrument. But now we have some horizontal. Just a minute. Here you can see. Here a screw is there for fixing our instrument or screwing our instrument over this tripod. Okay, and one hook is there for hanging our plumb bob. So let me just fix it. So by adjusting over the tripod head itself, we can move this instrument. So that is termed as shifting of the head. Okay, shifting of the instrument can be done on the tripod head itself. So അതെന്തിനായിരിക്കും ചെയ്യാം? അതായത് നമുക്ക് ഈ എൻ്റെ ഇൻസ്ട്രുമെന്റിനെ ഈ ട്രിപ്പോഡിന്റെ ഈ ലെവൽ സർഫസിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അതിനെ മൂവ് ചെയ്യാൻ പറ്റും. സോ ഡു യു നോ വൈ വി ആർ ഗോയിങ് ഫോർ ദാറ്റ്? എനി ഐഡിയ? Any idea? No. Clear ആവുന്നുണ്ടോ? Why are you not responding? ക്ലിയർ ആണ്. Clear ആവുന്നുണ്ട്. ഓക്കെ. സോ ഇതിനെ ഈ എൻ്റെ ഇൻസ്ട്രുമെന്റിനെ ഈ ലെവൽ ഈ ട്രിപ്പോഡ് ഹെഡിൽ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാം. സോ അതെന്തിനാണെന്ന് വെച്ചാൽ അക്യുറേറ്റ് ആയിട്ട് സെന്ററിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് വി വിൽ ഡീൽ. ഓക്കെ. സോ now we have mounted our instrument over this tripod. So let me screw it up. Okay, so it is perfectly fitted over the tripod. And by checking the spherical level here, we can either adjust the tripod legs or else we can adjust the height of this tripod legs, and we can almost or approximately level this tripod legs. Okay, so this first step is known as the setting up of the theodolite. So the setting up of the instrument is done now. Okay, ഇത് മൗണ്ട് ചെയ്ത് വെക്കുന്നിടം വരെയാണ് സെറ്റിംഗ് അപ്പ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. So now the next step is centering. So what do we do for centering of this instrument? Okay, what is centering? Any idea? What is centering? സെന്റർ പോയിന്റ് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യും. സെന്റർ പോയിന്റിലേക്ക് സ്റ്റേഷൻ പോയിന്റിൽ ഡിവൈസ് അലൈൻ ചെയ്യണം. സ്റ്റേഷൻ പോയിന്റിന്റെ എക്സാക്ട്ലി ഓവർ ആയിട്ട് നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റിനെ സെറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് സെന്ററിങ്. സെന്ററിങ് ഈസ് നത്തിങ് ബട്ട് വി ഹാവ് ടു അറേഞ്ച് ഓർ സെറ്റ് അപ്പ് അവർ ഇൻസ്ട്രുമെന്റ് എക്സാക്ട്ലി ഓവർ ദ സ്റ്റേഷൻ പോയിന്റ്. So that procedure is termed as centering. So first step is setting up of the instrument. Next is the centering of instrument. So what all things we need for centering of the instrument? Plumb bob. Plumb bob. Plumb bob. So we can use the plumb bob for setting up of the for centering of the instrument. So actually I don't have the plumb bob right now. So I hope you got an image about the plumb bob. അല്ലേ? നിങ്ങളൊക്കെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടാവില്ലേ പ്ലം ബോബിന്റെ? Yes, പ്ലെയിൻ ma'am. ടേബിളിന്റെ കേസിൽ കണ്ടിട്ടില്ലേ? Okay, so the same thing, പമ്പരമൊക്കെ ഇല്ലേ അതുപോലെ ഇരിക്കും. Some conical portion will be there that will be hanged, that can be hanged from this hooking point. Okay, so I have shown you some hook below the tripod center, so we can hang the plumb bob those arrangement in this hook.
സോ അത് ഹാങ് ചെയ്യുമ്പം അത് എക്സാക്ട്ലി സെന്റർ പോയിന്റിലേക്കായിരിക്കും കോയിൻസൈഡ് ചെയ്യുക. So thereby we can easily already one point will be there on the ground. So by moving the entire instrument, or else by we can loosen this screw and we can shift the instrument over this tripod head in order to adjust that exact point on the ground. So നമുക്ക് ഒന്നെങ്കിൽ ഈ ട്രിപ്പോഡിൽ എൻ്റയർ ട്രിപ്പോഡിനെ ഷിഫ്റ്റ് ചെയ്യാം, എൻ്റയർ ഇൻസ്ട്രുമെന്റിനെ മൊത്തത്തിൽ ആ സെന്റർ പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്ക്രൂ ലൂസൺ ചെയ്തിട്ട് ഈ ട്രിപ്പോഡ് ഹെഡിൽ വെച്ച് തന്നെ കുറച്ച് മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ഈ ഇൻസ്ട്രുമെന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൈന്യൂട്ട് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ സെൻറ്റർ ചെയ്യാം. So since we don't have any plumb bob, another easy method is there. Take a piece of chalk or stone and by placing at the exact center below the hook, just drop it. Okay, so the place where it falls, that point or the point where it falls, so that point will be the exact center of this instrument. So by adjusting or by shifting our instrument exactly over the station point by dropping a stone or else by using a plumb bob, we can center our instrument exactly over the station point. Okay, so that is the centering. Is it clear or not? Is it clear? Clear, Miss. Okay, so the second step is centering. What is the third step? Leveling. Leveling. Okay, so I have already explained the leveling procedure in the video given. Those who have gone through it will get it easily. So can anyone explain how will we do the leveling procedure of this instrument? Approximate leveling can be done by using tripod legs. And the actual leveling of the instrument can be done by using, which are the parts that are required for checking the levelness of this instrument? Foot screw. Foot screws. Then foot screws adjust ചെയ്താൽ മതി അല്ലേ? Plate level നോക്കി ബബിളിന്റെ Okay. Foot screw, by using foot screw and plate level, we can go for leveling the instrument. Okay. So the third step is leveling of the instrument by using foot screws. So എങ്ങനെയാണ് foot screws വെച്ച് adjust ചെയ്യാം? Any idea? Is it clear? Okay, so here you can see, first of all, we have to select a pair of foot screws. Okay, so facing towards us, a pair of foot screws is selected and we have to make this plate level. This is one plate level and this is another plate level. This top one is also known as the altitude level. Okay, so it can be also known as altitude plate level. Here for the leveling purpose, we are using this plate level. Okay, so first of all, a pair of foot screws is selected and then we are bringing the plate level parallel to these foot screws. Here you can see this is the axis or the line of a pair of foot screws, and here you can see the plate level axis. So both of them are parallel now, and after making or bringing it to parallel, we will adjust or we will rotate this foot screws. Actually we have to rotate it simultaneously inwards or outwards. Here you can see ഇത് രണ്ടും രണ്ട് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, so these foot screws can be rotated inwards or outwards, and selecting the foot screws, the pair of foot screws, and we can rotate either inwards or outwards simultaneously. Okay, so ഇത് രണ്ട് simultaneous ആയിട്ട് inwards or outward ആയിട്ടോ rotate ചെയ്യാം, and along with that we have to check whether what is the position of this bubble. Okay, so here you can see the bubble inside this plate level. So while turning these foot screws, you can see the bubbles are moving. Actually, I'm only using one foot screw now. We have to rotate it simultaneously. Okay, so this is how by rotating or by adjusting these foot screws, we will bring the bubble exactly over the exactly at the center of this plate level. So
after that, we have to rotate this entire instrument at 90 degree to the first pair of foot screws selected. So, ഈ രണ്ട് ഫുഡ് സ്ക്രൂ ആണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് പാരലൽ ആക്കി വെച്ചിട്ട് നമ്മൾ ബബിൾ സെന്റർ ആക്കി. ആൻഡ് അഗെയിൻ വി വിൽ റൊട്ടേറ്റ് ദ ഇൻസ്ട്രുമെന്റ് ബൈ loosening the lower and upper clamps, and we will make this plate level perpendicular to the first pair of foot screws selected. Okay. So, ഇപ്പം നമുക്കറിയാം ഈ പ്ലേറ്റ് ലെവൽ ഇവിടെയാണുള്ളത്. ആൻഡ് നൗ വി വിൽ റൊട്ടേറ്റ് ദ തേർഡ് ഫുഡ് സ്ക്രൂ. നമ്മൾ ആദ്യം എടുത്ത രണ്ട് ഫുഡ് സ്ക്രൂ അല്ല, the third one is rotated inwards or outwards, so to adjust or to bring the bubble at this position towards the center. Okay, so ഈ പൊസിഷനിൽ വെച്ചിട്ട് സെന്ററിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഈ തേർഡ് ഫുഡ് സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബൈ റൊട്ടേറ്റിംഗ് ഇറ്റ് വി ക്യാൻ ബ്രിങ് ദം ടു ദ സെന്റർ. സോ ഈസ് ഇറ്റ് വിസിബിൾ? യു ക്യാൻ സീ ദ ബബിൾ at the center. Okay, so at the center of these graduations, the bubble is brought. Now, if we rotate the entire instrument over 180 degree, the bubble will remain at the center only. Okay, so if we rotate here and check, the bubble will remain at the almost center position only. Okay, so now our instrument is properly leveled. So this is how you will do the leveling operation. That is the third step. So is it clear now? Leveling step clear or not? Yes, miss. Okay. So this is the third step. You can level the instrument by adjusting the foot screws and checking the plate levels. Okay. And the next step is either you can go for focusing the eyepiece, or else we can go for focusing the object lens, which is the eyepiece. So you can see in the transit theodolite, this telescope can be rotated, right? So which is the eyepiece here? This one or this one? Oh, you can't see, right? Let me show you. Okay. The first one or this one, which is the eyepiece? This one. First one. Okay, this is the eyepiece. You can see the smaller portion. This is the portion through which the observer or surveyor view the object. Okay, so this is eyepiece, and you can see a screw here. Here you can see. By rotating this screw, you can adjust the cross wires, or cross hairs are there inside this eyepiece. Okay, അതായത് ഈ ഐപീസിനുള്ളിലൂടെ നോക്കുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർസ് വിസിബിൾ ആണ്. Okay, so those vertical and horizontal cross wires will be perpendicular to each other, and I have already shown you the image that is obtained through this eyepiece in the video. So those who haven't watched it, please do watch it. Okay, so ഈ ഐപീസിനകത്തൊരു ഡയഫ്രം ഉണ്ട്. Here you can see the diaphragm is inside, almost in this position, inside the telescope. Okay, so in the diaphragm, one vertical and horizontal cross wires are there. So by adjusting or by rotating this screw of the eyepiece, we are actually making the cross wires clear and distinct. Okay, so ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ക്രോസ് വയേഴ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. So for that is the focusing of eyepiece. So that is the next step, focusing of the eyepiece in order to make the crosshairs distinctly visible or sharp. Okay, so that is the focusing of eyepiece. And the next procedure is focusing of object lens. So this is the object lens. Okay, so this is the object lens, and for focusing the object lens, we are using this focusing screw. This bigger one is the focusing screw. So we will view through this eyepiece, and we will target any object over there, and we will rotate this focusing screw in any direction in order to make the object targeted clear. Okay, so normally we can go for focusing the object lens by placing a white sheet in front of the object lens. Okay, sorry, by placing the white sheet over the or in front of this object lens, we can easily focus the eyepiece. Okay, so
സോ ഐ പി എസിന്റെ ഫോക്കസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു വൈറ്റ് സ്ക്രീൻ അല്ലെ വൈറ്റ് ഷീറ്റ് പിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആ ക്രോസ് എയേഴ്സ് കാണാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വൈറ്റ് ഷീറ്റ് യൂസ് ചെയ്യാം. അതർവൈസ് വി ക്യാൻ വ്യൂ ദിസ് ടെലിസ്കോപ്പ് ടു എ ക്ലിയർ സ്കൈ. സോ ദാറ്റ് ഈസ് ദ ഫോക്കസിങ് ഓഫ് ഐ പീസ്. ആൻഡ് ഫോർ ദ ഫോക്കസിങ് ഓഫ് ഒബ്ജക്ട് ലെൻസ് വി ക്യാൻ റൊട്ടേറ്റ് ദിസ് ഫോക്കസിങ് സ്ക്രൂ. സോ ഇത് ആദ്യമേ ഏതെങ്കിലും ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ നോക്കുക, ഏതെങ്കിലും ഒരു ട്രീയിലേക്ക് ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് വ്യൂ ചെയ്യുക. എന്നിട്ട് അത് പയ്യെ ഈ ഫോക്കസിങ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൽ ആ ഇമേജ് നമുക്ക് കാണാൻ പറ്റും. സോ ദ ഇമേജ് ക്യാൻ ബി ബ്രോട്ട് ടു ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദിസ് ടെലിസ്കോപ്പ് ആൻഡ് ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ത്രൂ ദിസ് ഐ പീസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഫോക്കസ് ദ ഒബ്ജക്ട് ലെൻസ്. So is it clear now? Any clarification? Clear ആണ് miss. Okay. So which are the steps involved? Anyone? I will ask Mithun. Mithun S. Are you there? Okay, all of you are leaving. So I will call out your name and those who are not here will not get attendance. Okay. Justin Basil. Are you there? Yes, ma'am. Ma'am. പറഞ്ഞോളൂ. Which are the steps? Setting up of the instrument. Okay, setting up of the instrument. Then Centering. Okay, next Harsha. മിസ് ലെവലിംഗ് അത് കഴിഞ്ഞിട്ട് Leveling. Then ഫോക്കസിംഗ് ഓഫ് മതി. Next Mirfa. Focusing objective lens. Focusing objective lens. Okay, Raj Lakshmi, are you there? Raj Lakshmi. Yes, miss. Okay, can you say which are the steps involved for the temporary adjustment? Hello. Is it clear or not? Clear, miss. Okay, which are the steps involved in temporary adjustment? आप पूछिए. Rajlakshmi, are you there? Okay, she is not getting. Then Mushraf Nasser. Can you say which are the steps involved in temporary adjustment? टेम्पररी नहीं, ये Okay. Rajlakshmi, you may mute now. जो पढ़ाई वो बताते हैं. फोकस. Rajlakshmi. Okay, focusing. Okay. Yes, miss. Yes, miss. Okay. Focus. Okay. Then one more portion is there for the instrument. Okay. So here you can see a hole-like structure. This is known as optical plummet. Okay. So optical plummet. And if we look through this, Rajlakshmi, please mute now. Okay. So Miss, by मैं doing, नहीं आ रहा. it's okay, Rajlakshmi, please mute now. Okay, so observing through this hole, we can see the center portion on the ground. That means we can view the center of this instrument, and thereby we can easily view the point marked on the ground. Okay, so that can also be used for centering, whether we have centered the instrument properly or not, that can be checked. Yeah, Okay. replied. So that is regarding the temporary adjustments of theodolite, and I have already explained about the fundamental lines in the video. मिस म्यूट है. मेरे में नेटवर्क प्रॉब्लम है. ठीक है. Okay, students.
So next, we will just see which are the fundamental lines, and by adjusting the fundamental lines, or by establishing the relationship between those fundamental lines, we can go for the permanent adjustment. Why do we need for going? Why do we need to do the permanent adjustment? Any idea? Anyone? നമ്മൾക്ക് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. I have mentioned about the permanent adjustment in the previous classes. Okay, to avoid any error, if we are keeping our instrument for a long time without working or without proper working condition, so some changes may be there in the entire setup of the instrument, and sometimes the axis may not be correct. Sometimes the plate level may not be in a horizontal manner. So some issues may be there with the fundamental lines. So only by properly or periodically checking those fundamental lines. So we have said which are the fundamental lines. Do you remember? Musammil. Musammil. Musammil illa. Okay, I will mark your name. Okay, then next. Nitya Robert. Yes, miss. Okay, എന്തിനായിരിക്കും പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക? Sorry, which are the fundamental lines? Horizontal. Horizontal line, horizontal axis, Vertical axis. vertical axis. Okay, Nitya. Next, Shubham Sonu. Yes, miss. Vertical axis and bubble line, horizontal line. Horizontal line or horizontal axis. Axis of plate level. Okay. Yes, miss. Okay, Shubham. So we have discussed about the fundamental lines of this theodolite. One is horizontal axis. So this is the horizontal axis. So axis passing through the exact spindle point of this vertical circle of telescope. That is the horizontal axis. Then the vertical axis that is passing exactly through the center of this instrument vertically. Then axis of plate level is there. So this is the axis of plate level. All these things I have explained in the video. Please do refer it if it is not clear. Okay. Okay. So this is the plate level axis. Two plate levels are there. Is it clear? Is it visible now? Miss, camera move. Okay. So this is the plate level axis, and this is the horizontal axis, which is passing through the spindle point. So this is the vertical axis. Okay. So this is the vertical axis of this instrument, which is passing vertically. Then the plate level axis of telescope. You can see the axis of telescope is nothing but the optic center of eyepiece and the optic center of this object lens will be connected, and that imaginary line is the axis of telescope. And the line of collimation, I have already told you, inside this diaphragm there exists one crosshair. Okay, so horizontal and vertical crosshairs will be there. So the intersection of those crosshairs and the meeting point or intersection point is joined with the optical center of this object lens and the line continuing from this point. So that is the line of sight or line of collimation. So it may pass like this. Okay. So these are the fundamental lines, and there exists some relation between these fundamental lines. So only by establishing the relationship in a proper manner between these fundamental lines, the permanent adjustments can be done. Only then the instrument will give accurate observations. Okay.
നമുക്കറിയാം കുറേ കാലം നമ്മൾ ഇത് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ഫണ്ടമെന്റൽ ലൈൻസിനൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരാം. ഓക്കെ, there may be some error that may occur due to the aging of this instrument, or else if you are not properly using this instrument and all. So those errors can be minimized by proper periodic checking of this instrument and by doing the permanent adjustments. But നമുക്കറിയാം ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എപ്പോഴും നമ്മൾ ചെയ്യണം. ബട്ട് ദിസ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ക്യാൻ ബി ഡൺ ഓൺലി പീരിയോഡിക്കലി. അത് പീരിയോഡിക് ആയിട്ട് നമ്മൾ ചെയ്താൽ മതി. നോട്ട് റെഗുലർലി വി ആർ നോട്ട് ഡൂയിങ് ദ permanent adjustments. Okay, so the fundamental relationships between these axes are, first of all, we know the horizontal axis, right? This is the horizontal axis which is passing through this center point. So this horizontal axis and vertical axis will be perpendicular to each other, right? So the vertical axis is of this instrument and horizontal axis will be perpendicular to each other. So that is one relationship. The next one is that we know the axis of telescope. The axis of telescope and line of collimation will come in line, or they may be parallel when it is properly leveled and when this telescope in a horizontal condition. Okay, so the horizontal condition means we can set the readings, vertical readings from 0 to 90 degree. That means when the telescope is exactly at 0 degree, that means 0 degree will be indicated in a horizontal manner. Okay, so vertical circle namakku graduations under from 0 to 90 degree, and when the telescope is in a horizontal manner like this, there the angle reading in the vertical circle will be 0. Okay, so when this instrument is properly leveled and properly functioning, and if we are keeping the telescope in this direction, the axis of telescope and line of sight will be always parallel and they will be in line. That is another relationship. And some other relationships are there. One is the vertical axis is perpendicular to the axis of plate level. That means here you can see this is the vertical axis. അതായത് എക്സാക്ട് സെന്റർ ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റിൽ കൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ഇമാജിനറി ലൈൻ ആണ് വെർട്ടിക്കൽ ആക്സിസ്. സോ ദിസ് വെർട്ടിക്കൽ ആക്സിസ് വിൽ ബി perpendicular to the axis of plate level. So here this is the vertical axis and the plate level axis will be like this. Okay, this is the plate level axis and vertical axis will be like this. So these two axes will be perpendicular to each other. So that is another relationship. Then next is a line of collimation. We have said this is the line of collimation. So this line of collimation will be perpendicular to the horizontal axis. So here you can see this is the line of collimation and horizontal axis will pass like this. Okay, so in this direction. So horizontal axis and line of collimation will be perpendicular to each other. So that is another relationship. The line of collimation and horizontal axis will be perpendicular to each other. Then axis of plate level and line of collimation will be parallel. അതെങ്ങനെയായിരിക്കും? ഇതിൽ നമുക്കറിയാം altitude level ഉണ്ട്. So that means the plate level at the top portion near the telescope. So this axis of plate level and this line of collimation will be parallel if it is properly leveled and if this telescope is in a horizontal direction. So നമ്മൾ ഈ ടെലിസ്കോപ്പിനെ എക്സാക്ട്ലി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെക്കുമ്പോൾ ഈ ലൈൻ ഓഫ് സൈറ്റ് വരുന്നതും ഈ പ്ലേറ്റ് ലെവലിന്റെ ആക്സിസും പാരലൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് അനദർ റിലേഷൻഷിപ്പ്. സോ ഒരു റിലേഷൻഷിപ്പ് കൂടെ ഉണ്ട്. ദാറ്റ് മീൻസ് ദ വെർട്ടിക്കൽ ക്രോസ് ഹെയർസ് ആർ ദെയർ, റൈറ്റ്? So inside this diaphragm we have the vertical crosshairs. So in the vertical crosshair, so we have vertical and horizontal crosshairs inside the diaphragm of this telescope. So the vertical crosshair of this diaphragm and the horizontal axis, you know, the horizontal axis will be passing through this spindle point. അല്ലേ? നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ഇതായിരിക്കും horizontal axis വരിക. So the horizontal axis and the crosshairs, the vertical crosshair inside the diaphragm. So the vertical crosshair inside the diaphragm will be having an axis like this and the horizontal axis passing through this instrument will be like this.
So they will be perpendicular, right? So this is in this direction and the vertical crosshair will be in this direction. So they are perpendicular to each other. So these are the fundamental relationships between these fundamental lines. So ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ലൈൻസ് ഒന്നും പാരലും പെർപെൻഡിക്കുലറും ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു റെക്കോർഡഡ് ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് അയക്കാം. ഓക്കെ. So the procedure for testing these adjustments, whether it is correct or not, and the adjustments done to correct the errors that are occurring for this case, that will be that I will explain as a recorded video, and I will send it in the WhatsApp group. Okay, so I'm not going into detail with those things because അതൊന്നും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, so please do keep in mind these are the fundamental lines, parts, and all these things you should keep in mind. Okay, so any doubts regarding these fundamental lines? Is it clear or not? എല്ലാവരും പോയോ? ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ്. ഷഹാന, ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഷിബിലി, are you there? Yes, miss. Okay. സൂര്യ, Hello. അല്ല ജസ്റ്റ് വിളിച്ചതാണ്. സൂര്യ അവിടെ ഉണ്ട്. Then നവ്യ പ്രവീൺ. ഓക്കെ, നവ്യ പ്രവീൺ ഉണ്ട്. മുസമ്മിൽ മിസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. എന്നിട്ട് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ആളെ കണ്ടില്ലല്ലോ. മിസ് ഇവിടെ നെറ്റിന്റെ ഭയങ്കര പ്രശ്നം. എന്റെ വീട് റോഡ് സൈഡിലാണ്. ഇരിക്കാണ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് മെഹർബാൻ ഷാ. ഇവിടെ ഉണ്ട് മിസ്. ഫാത്തിമ നസ്രിൻ. യെസ് മിസ്. അർജുൻ മേനൻ. ഇവിടെ ഉണ്ട് മിസ്. ഇവിടെ ഉണ്ട്. Then അർജുൻ കെ. ഉണ്ട്. അപർണ. യെസ് മിസ്. യെസ്. അനുഷ. അനുഷ. യെസ് മിസ്. ഓക്കെ. ആലിയ. യെസ് മിസ്. ആകാശ്. യെസ് മിസ്. ആദിത്യ തിവാരി. Yes, ma'am. ആദിത്യ പി ബി. യെസ് മിസ്. അഭയ. ഉണ്ട് മിസ്. വിഷ്ണുപ്രിയ. യെസ് മിസ്. Okay. I was just checking whether you are there or not. Okay. Okay, please try to respond. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യട്ടോ. Anyway, so I am stopping here. So please do keep in mind about the fundamental lines of theodolite, then parts of the theodolite and all. And also, നിങ്ങൾ റെക്കോർഡൊക്കെ എഴുതുക. ഇനി ഉടനെ തന്നെ പ്രാക്ടിക്കൽ വരുന്നുണ്ട്. So try to write your record works and all. Okay. So ചെറിയ കുറച്ച് വർക്കും കൂടെ തരും. Maybe ശരത് സാർ ഓൾറെഡി വല്ലോ മെറ്റീരിയൽ അയച്ചു തന്നിരുന്നോ? പ്രാക്ടിക്കലിന് എഴുതാനുള്ള മാനുവൽ അയച്ചു തന്നിട്ടില്ലേ? അതിൽ നമുക്ക് ഇനി തിയോഡലൈറ്റിന്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ മെഷർമെന്റ്സ് will be there, so that we will discuss in the next class. And after that, try to write the record work. 2 pages will be there, and I will give you the observation. So you have to write them in your record. Okay. Is it okay? എഴുതുവോ? എഴുതാം. എന്താണെങ്കിലും തന്നു അല്ലേ?
Okay, are you ready to come to college? Yes, Miss. Yes, we're excited. No need Yes, of Miss. that excitement because we are directly coming here to attend the examinations. No, Miss. Okay. Anyway, your online exam and offline exams will be completely or entirely different. നിങ്ങൾ ഓൺലൈനിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, we know, and that is not possible in the offline session. So anyway, their exams are awaiting. Okay, so please study, and we will meet when you come here. Okay. So anyway, thank you all. So if you have any doubts Thank you, Miss. regarding it, please do inform. Okay. Okay, Miss. Okay then. Thank you. Thank you all. Thank you, Miss. Thank you, Miss.